ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് മീനു. ഞാൻ ആഫ്രിക്കൻ കൺട്രി മൊറീഷ്യസിൽ നിന്നാണ് വരുന്നത്. എനിക്ക് കൃപാസന മാതാവിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റി പറയാനാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ആദ്യമേ എനിക്ക് പറയാനുള്ളത് 6 വർഷമായി ഞങ്ങൾ മൊറീഷ്യസിൽ ആയിട്ട്. ഹസ്ബൻഡും കൊച്ചുമൊക്കെ അവിടെ തന്നെയാണ്. 5 വർഷമായി ഞാൻ ജോലി അന്വേഷിക്കുന്നു. പക്ഷേ ജോലികൾ കിട്ടാറുണ്ട്, പക്ഷേ പെർമിറ്റിൻ്റെ ഇഷ്യൂ, പിന്നെ ജോലി കിട്ടിയാൽ തന്നെ അവിടുത്തെ കൊളീഗ്സായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ വർക്ക് പ്രഷർ, ഇതൊക്കെ ആയിട്ടൊന്നും അങ്ങോട്ട് സെറ്റ് ആവണുണ്ടായിരുന്നില്ല. ഇവിടെ കൃപാസന മാതാവിനെ പറ്റി പറഞ്ഞു തന്നത് എൻ്റെ അമ്മയാണ്. ഇവിടെ വന്ന എൻ്റെ അമ്മ ഉടമ്പടി എടുക്കലും പ്രാർത്ഥിക്കലൊക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് കുറേ അനുഗ്രഹങ്ങൾ കൃപാസന മാതാവ് വഴി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിവിടെ കഴിഞ്ഞ ജനുവരി 8 2025 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണത്. ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുമ്പോൾ എനിക്കൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഇതും പെർമിറ്റിൻ്റെ ഇഷ്യൂ ആയിട്ട് പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ടൊക്കെ ഇരുന്നിരുന്നേ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞ് ജനുവരിയിലാണ് ഞാൻ ഉടമ്പടി എടുക്കണേ. ഫെബ്രുവരി ആയപ്പോഴത്തേനും എനിക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ റെഡിയായി. ഞാൻ അക്കൗണ്ടൻ്റായിട്ടാണ് ജോലിക്ക് അപ്ലൈ ചെയ്തത്. പക്ഷേ എൻ്റെ പെർമിറ്റ് വന്നപ്പോൾ ഹെഡ് ഓഫ് ക്വാളിറ്റി ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതെന്നെ വലിയൊരു അനുഗ്രഹമായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മാതാവ് എന്നെ വലിയ രീതിയിലോട്ടാണ് ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഡെലിവറി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് പീരീഡ്സിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരു മാസം തന്നെ എനിക്ക് 2 പ്രാവശ്യം ബ്ലീഡിങ് ഒക്കെ വരുമായിരുന്നു. അത് വരാണെന്നുണ്ടെങ്കിൽ കട്ട പോലെ ഇങ്ങനെയാവും. എനിക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പുറത്ത് ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കെടുമല്ലോ എന്നുള്ളൊരിത്. മൊറീഷ്യസിൽ വെച്ചിട്ടും ഇവിടെ വെച്ചിട്ടും ഞാൻ കുറേ ഡോക്ടർമാരെ കണ്ടു. അവരൊക്കെ പറയണത് ഹോർമോൺ ഇൻബാലൻസിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഗുളികകൾ തരായിരുന്നു. ഗുളികകൾ എനിക്ക് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. പറഞ്ഞ് ഇതാക്കാൻ പറ്റില്ല. അതുപോലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഗുളിക പതുക്കെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറയും അത് കുറച്ച് നാൾ കഴിച്ച് കഴിയുമ്പോൾ ശരിയാവും, അങ്ങനെ എങ്ങനെയെന്നൊക്കെ. പക്ഷേ ഡോക്ടർമാരുടെ അടുത്ത് കാണിക്കുമ്പോൾ ഡോക്ടർമാർ പറയണത് അടുത്ത ഡെലിവറി അങ്ങനെയൊക്കെ ആവുമ്പോൾ അത് ശരിയാവും, പിന്നെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് മെഡിസിൻ കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവ് എനിക്ക് വലിയൊരു അനുഗ്രഹം തന്ന് എൻ്റെ ബ്ലീഡിങ്ങിൻ്റെ എല്ലാ ഇഷ്യൂസും മാറി. ഇപ്പം നോർമൽ ഒരാളെ പോലെ മാസത്തിൽ 1 പ്രാവശ്യം വരും. അത് ഹെവി ബ്ലീഡിങ് ഇല്ല, കട്ട പോലെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, മരുന്നുമില്ല, ഒന്നുമില്ലാണ്ട് എൻ്റെ മാതാവ് എനിക്ക് വലിയൊരു സൗഖ്യം തന്നത്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ അവിടെ വെച്ച് ഓർഫണേജിൽ പോവായിരുന്നു. കുഞ്ഞു മക്കൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുഡൊക്കെ ആയിട്ട് അവർക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ നിന്നായാലും സാധനങ്ങൾ, അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനങ്ങൾ, ഡ്രസ്സ് ഐറ്റംസുകളും ഒക്കെ കളക്ട് ചെയ്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൊച്ചും കൂടി അവിടെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പോലെ ഉള്ള കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ ഈ സെയിം ഇഷ്യൂസായിട്ട്. അവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഉടമ്പടി എടുക്കുക, ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക. മാതാവ് വലിയൊരു അനുഗ്രഹം തരും നിങ്ങൾക്ക്. കാരണം ഞാൻ എന്ന് പറയുന്ന ഒരാൾ വലിയൊരു സാക്ഷിയാണ്. ഇനിയും ജീവിതകാലം മുഴുവനും മാതാവിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം 1 ദിവസം പോലും ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും കൊച്ചും എല്ലാവർക്കും അറിയാം, എത്ര വൈകി വീട്ടിലെത്തിയാലും കുടുംബ പ്രാർത്ഥന എത്തിക്കാതെ ഞങ്ങൾ കിടക്കാറില്ല. ഇനി അഥവാ നേരം വൈകി വരുമെന്ന് ഞങ്ങൾക്ക് അറിയണ സിറ്റുവേഷനുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ കുടുംബ പ്രാർത്ഥന എത്തിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാം. അതുപോലെ ഞങ്ങൾ മിസ്സാക്കാറില്ല. മാതാവ് എനിക്ക് വലിയൊരു അനുഗ്രഹങ്ങളാണ് ഇതാക്കിയത്. ഞാൻ ഇനിയും ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട്. നേർച്ച വസ്തുക്കളായിട്ട് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഞാൻ ഉപ്പ്, കാശ് രൂപമൊക്കെ കയ്യിൽ കരുതാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മോളെ സ്കൂളിലേക്ക് അയക്കുമ്പോഴും ഒരു തുള്ളി തേൻ ഞാൻ അവളുടെ വായിലൊഴിച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ തൈലം പൂശി കൊടുത്തിട്ട് അവളെ ഞാൻ സ്കൂളിലോട്ട് വിടാറ്. കാരണം ഞാനും ഹസ്ബൻഡും വർക്കിങ്ങാണ്. അപ്പോൾ അവളെ നോക്കണത് വേറൊരു സ്ഥലത്താണ്. സ്കൂളിൽ പോകുമ്പോഴായാലും ഞങ്ങൾ വൈകിട്ട് വന്നാലേ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പം മാതാവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ അവളെ സ്കൂളിലോട്ടായാലും എവിടേക്കായാലും വിടുള്ളൂ. അവൾക്കും ഇപ്പോൾ വിശ്വാസമാണ്. അവളും കൃപാസന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. ഒരിക്കൽ കൂടി ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി പറയുന്നു.
കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വചനമാണ്. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഒരിക്കലും തീരാത്തതാണ്, ദിവസേന പുതുക്കപ്പെടുന്നതാണ്. നമ്മുടെ എത്ര പാപങ്ങളും പരാജയങ്ങളും ഉണ്ടായാലും, എത്ര കഠിനമായ ജീവിത സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ സ്നേഹവും എന്നും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കൂടെ നിലനിൽക്കുന്ന കർത്താവിൻ്റെ കരുണയാണ് എപ്പോഴും നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കുവാൻ ദൈവം ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു അനുഭവമാണ് മീനു ജോണി എന്ന മകളുടെ ഉടമ്പടി സാക്ഷിയിൽ നമുക്ക് മനസ്സിലാകുന്നത്. 5 വർഷമായിട്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആഫ്രിക്കയിലും കേരളത്തിലും പരിശ്രമിച്ചു. പല കമ്പനികളിലും നോക്കി. ഉടമ്പടി എടുത്ത് ജാനുവരി മാസത്തിൽ, ഫെബ്രുവരി മാസത്തിലാണ് ഈ മകൾക്ക് ഒരു പുത്തൻ ജോലി നൽകി. അതായത് ഹെഡ് ഓഫ് ക്വാളിറ്റി അക്കൗണ്ടൻ്റായിട്ട് ജോലി നൽകി ഈശോയും അമ്മയും ഈ മകളെ അനുഗ്രഹിച്ചത്. 5 വർഷം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ജാനുവരി മാസത്തിലെടുത്ത ഉടമ്പടി ഫെബ്രുവരി മാസത്തിൽ അമ്മ ആ മകളുടെ ആഗ്രഹം സാധിച്ചു നൽകി. ഇതാണ് ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മ. കാനായിൽ ചെയ്തതുപോലെ തന്നെയാണ് ഈ മകളുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കി ഈ മകൾക്ക് 5 വർഷം ശ്രമിച്ചിരുന്ന ജോലി നമ്മളുടെ മെറിറ്റിലായില്ലായിരുന്നു. ഇനി ഈശോയുടെ കൃപയിൽ മാത്രം ലഭിച്ച ഒരു ജോലിയാണിത്. ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മ 1 മാസത്തിൽ ചുരുക്കി കൊടുത്ത് ഈ മകൾക്ക് ഒരു നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ സാന്നിധ്യവും ഈശോയുടെ പ്രസൻസും അമ്മയുടെ സംരക്ഷണവും ഒക്കെയും ഈ മകൾ പല പ്രാവശ്യവും അനുഭവിച്ചറിഞ്ഞു. രോഗസൗഖ്യം മറ്റൊരു കാര്യമായിരുന്നു നിയോഗത്തിൽ വെച്ചിരുന്നത്. പല ഡോക്ടറെയും കണ്ടു, ആഫ്രിക്കയിലും കണ്ടു, ഇവിടെയും കണ്ടു. പല മെഡിസിൻസും കഴിച്ചു. പക്ഷെ വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തു. പല കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നു. അവസാനമാണ് ഉടമ്പടി വസ്തുക്കളായ തൈലവും തേനും ഈ മകൾ മരുന്നായി ഉപയോഗിച്ചത്. വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ നേർച്ച വസ്തുക്കളിൽ മാത്രം ആശ്രയിച്ച് ഈ മകൾ മുന്നോട്ട് പോയി. ആ ഉണ്ടായിരുന്ന ബ്ലീഡിങ് എന്ന് പറഞ്ഞ അസുഖം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ മകൾ കരഞ്ഞാണ് പറഞ്ഞത്. ആ അസുഖമാണ് ഈശോയും അമ്മയും തൊട്ട് സുഖപ്പെടുത്തിയത്. ഉടമ്പടി മക്കൾ ഓരോ കാര്യത്തിനായി ഈശോയുടെ അമ്മയുടെ അടുത്ത് വരുമ്പോഴും ജീവിതത്തിൽ ഏത് ഘട്ടത്തിലായാലും നമ്മുടെ ജീവിതത്തിൽ, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ പുലരിയും പ്രത്യാശയുടെ ഒരു പുതിയ തുടക്കമാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടില്ല. നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്കും ഈശോയും അമ്മയും മുറുക്കെ പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാം. ഈ മകൾക്കും കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.